സഹോദരിമാരെ, കാലം ഭയങ്കര അപകടകരമാണ്. അവിഹിത ബന്ധങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണോ പ്രവചനമെന്നാണ്, അന്ത്യനാളിൽ വ്യഭിചാരം ഒരു പ്രശ്നമല്ലാതാവുമെന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പല സഹോദരിമാരും അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് വിളിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും അവിടെ സംസാരിക്കാൻ. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ശരിക്കും എന്താ വെച്ചാൽ പിന്നെ വ്യഭിചരിച്ച ഒരാളെ എറിഞ്ഞു കൊല്ലുന്ന രംഗം ഹദീസ് റിയാദുസ്സാലിന് വായിച്ചത് മനസ്സിക്ക് ഇങ്ങനെ വരും. പരസ്യമായിട്ട് നിർത്തിയിട്ട് എറിഞ്ഞു കൊല്ലുന്ന അവസ്ഥ. അത്ര ക്രൂരമായി ഈ സ്നേഹമായ ഇസ്ലാം ഒരു തെറ്റ് വിധിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യഭിചാരം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ആഴം മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സത്യത്തിൽ ഇന്ന് എല്ലാ നിലക്കും എത്ര മാന്യന്മാരായ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത പെണ്ണുങ്ങൾക്കും എന്തിയറിയങ്ങൾ അടുത്ത് പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നതിനേക്കാളും അടുത്ത് വീഡിയോ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഫോണിലുണ്ട്. നിങ്ങളൊരു കാര്യം അറിയുക, നിങ്ങളുടെ ഫോണിൽ പതിഞ്ഞ ഒരു ഫോട്ടോ നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോകില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോകില്ല, ഉറപ്പ്. അതിനെ കൺവെർട്ട് ചെയ്ത് എടുക്കാൻ കഴിയും, ഒരു സംശയമല്ല. സഹോദരിമാരെ, ഉറപ്പിക്കണം, എൻ്റെ ശരീരഭാഗങ്ങൾ എൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാൾ കണ്ടിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പിക്കണം. അദ്ദേഹത്തെ കാണുന്നത് പോലെ ഞാൻ മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. വമൻ യഫ്അൽ ദാലിക യൽക അസാബ. നരകത്തിലാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം. നരകത്തിലാണെന്ന് ഖുർആൻ നസ്സായി പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം. കൊലപാതകവും ശിർക്കും വ്യഭിചാരവും ആരെങ്കിലും ചെയ്താൽ നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. നല്ല ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കുട്ടികളുടെ അടുക്കൽ നമ്മൾ അപമാനിതരാകും, നാട്ടിൽ നമ്മൾ അപമാനിതരാകും. ഒരു പക്ഷേ ഇത് ആർക്കും സംഭവിക്കാനാണ്, ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് ഏതൊരു അന്യപുരുഷനുമായും ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും അവസരമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഫോണും സംവിധാനങ്ങളും സൗകര്യങ്ങളും ബന്ധങ്ങളും ഇന്ന് അപകടകരമായ അവസ്ഥയിലേക്ക് വളർന്നു വരുന്നുണ്ട്. വളരെ എത്രയോ കുട്ടികളെ നഷ്ടപ്പെട്ട ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മക്കളെ എടുത്തൻ കൊണ്ടുപോവുകയാണ്. ഏത് 4 കുട്ടികളെ എടുത്തൻ കൊണ്ടുപോയി അയാൾ. ഇവൾ വ്യഭിചരിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ 4 മക്കളെ. ഇനി ഈ കുട്ടികളെ നീ കാണൂല എന്നാണ്. ഇത്ര വൃത്തികെട്ട നിൻ്റെ കൂടെ ഇനി എൻ്റെ കുട്ടികൾ വളരേണ്ടതാണ് അയാൾ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു പെണ്ണെങ്ങനെ സഹിക്കും? ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോകുന്ന ഒരു അബദ്ധത്തിന് സഹോദരിമാരെ ഒരു ജീവൻ കൊടുത്താലും പരിഹാരമാവൂല. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക, കാതുകളെ സൂക്ഷിക്കുക. ഒരിക്കലും എന്ത് ചെയ്യുക, പൊതു വാട്സപ്പ് ഗ്രൂപ്പുകളിലും പുരുഷന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു മെസ്സേജിനും നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു നമ്പറിലേക്കും നിങ്ങൾ തിരിച്ചൊരു മെസ്സേജും, ഒരു ഹായ് എന്നൊരു മെസ്സേജ് നിങ്ങളെ ഇഹലോകത്തും പരലോകത്തും നരകത്തിലെത്തിക്കാൻ പര്യാപ്തമാണ് നമ്മൾ മനസ്സിലാക്കുക. വളരെ അപകടകരമാണ് ലോകം. തിരിച്ചറിഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി